യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഈശ്വര, കൈവശം കൊടുക്കുന്നതിനൊക്കെ അല്പം മര്യാദ വേണ്ടേ? അമ്മ നോക്കിക്കോ അമ്മേ, അവളുടെ കൂടെ നടക്കുന്ന സൂര്യ നാളെ പോലീസ് കസ്റ്റഡിയിലാവും. അതിനൊരു സംശയം വേണ്ട മോളെ. ഇപ്പൊ തന്നെ സേതു അല്ല ധ്രുവനെ കൊന്നതെന്ന് പോലീസിന് മനസ്സിലായി കഴിഞ്ഞു. അതെങ്ങനെ? സേതു ധ്രുവനെ കത്തിച്ചു കളഞ്ഞു എന്നല്ലേ പറഞ്ഞത്? കത്തിച്ചു കളഞ്ഞെങ്കിൽ പിന്നെ ഇപ്പൊ ബോഡി കിട്ടിയതോ? അത് നേരാണല്ലോ. അതിന്റെ അർത്ഥം ഭാവനയും ഭാനവും കൂടെയാണ് ധ്രുവനെ കൊന്നു കുഴിച്ചു മൂടിയതെന്നല്ലേ? മിക്കവാറും സൂര്യൻ കൂടെ ചേർന്നിട്ടാവും ധ്രുവനെ കുഴിച്ചു മൂടിയത്. ആ ഒരുമ്പട്ടോൾക്ക് വേണ്ടി അവൻ അതും ചെയ്യും, അതിന്റെ അപ്പുറവും ചെയ്യും. ഇതുവരെ തെളിവില്ല എന്ന് പറഞ്ഞ് തള്ളിയ ധ്രുവൻ കേസിനാ ഇപ്പൊ തെളിവ് കിട്ടിയിരിക്കുന്നത്. മിക്കവാറും ഭാവനയും ഭാനുവും ഗോതമ്പുണ്ട തിന്നും മോളെ. ആ ഭാവനയും ഭാനുവിനെയും പോലീസ് അറസ്റ്റ് ചെയ്തോണ്ട് പോകുന്നത് അപ്പേട്ടൻ വീഡിയോ എടുത്തോണ്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ആണോ അമ്മേ? അതെ, അത് കിട്ടിയിട്ട് വേണം എനിക്ക് നമ്മുടെ കുടുംബ ഗ്രൂപ്പുകളിലേക്ക് അതൊന്ന് അയച്ചു കൊടുക്കാൻ. കൊള്ളാം, നല്ല കുടുംബസ്നേഹം. എന്തിനാ ആന്റി ഇത്രയും അധപ്പതിച്ചു പോകുന്നത്? മറ്റുള്ളവരുടെ കണ്ണീരിലെ ആനന്ദം കാണുന്നവരെ ദൈവം വെറുതെ വിടത്തില്ല. നിന്നെ ഇവിടെ ആരെങ്കിലും വിളിച്ചോ? ഞങ്ങളുടെ കാര്യത്തിൽ നീ ഇടപെടണ്ട. ഇടപെടും. നിങ്ങളുടെ കാര്യത്തിലല്ല, ഭാവനയെ ബാധിക്കുന്ന ഏത് കാര്യത്തിലും ഞാൻ ഇടപെടും. അതിന് ഭാവന നിന്റെ ആരാടാ? നിനക്ക് ഇത്രയ്ക്ക് അങ്ങോട്ട് നോവാൻ? അയ്യോ, അത് ഇതുവരെ ആന്റിക്ക് മനസ്സിലായിട്ടില്ലേ? ഇല്ല. ഭാവനയ്ക്കൊരു പ്രശ്നം വന്നാ അതെന്റെ പ്രിയപ്പെട്ടവനായ സൂര്യയെ ബാധിക്കും. സൂര്യയെ ബാധിക്കുന്ന കാര്യമാവുമ്പോ അതെനിക്ക് നല്ലതുപോലെ നോവും. നോക്ക്, മര്യാദക്ക് നിന്നില്ലെങ്കിൽ അടുത്ത പായസം ഉണ്ടാക്കുന്നതേ നിനക്ക് വേണ്ടിയായിരിക്കും. ഓ, ഇറങ്ങി പോടാ അവിടുന്ന്. ഞാൻ പോയേക്കാം. പോ. അപ്പേട്ടൻ വന്നു കേട്ടോ. ഞാനേ പായസം എടുക്കാം. ദാ നിനക്ക്. അച്ഛൻ വന്നല്ലോ. ദേവപ്പേട്ട, പായസം കുടിച്ചിട്ടാവും ഇനി വിശേഷങ്ങൾ പറയുന്നത്. എന്താ പപ്പേട്ട ഇങ്ങനെ നോക്കുന്നത്? പപ്പേട്ടൻ പറഞ്ഞിട്ടാ ഞാൻ പായസം വെച്ചത്. പായസം കൊണ്ടുപോയിക്കോളാൻ നോക്കുന്നു, ഇല്ലെങ്കിൽ ഞാനത് തട്ടിക്കളയും. പപ്പേട്ടൻ എന്തൊക്കെയായി പറയുന്നത്? ഒരിക്കൽ പറയുന്നു പായസം വെക്കാൻ, ഇപ്പൊ പറയുന്നു തട്ടിക്കളയൂന്ന്. പപ്പേട്ടൻ ഇത് എന്താ പറ്റിയേ? ഇനി പറ്റാനൊന്നുമില്ല. നമ്മൾ സ്വപ്നം കണ്ട പോലെ ഒന്നും നടക്കാൻ പോകുന്നില്ല, അത്ര തന്നെ. മനസ്സിലായില്ല, ഒന്ന് തെളിച്ചു പറ. പറയാനൊന്നുമില്ല മോളെ. ഇപ്പോഴും ജയം ഭാവനയുടെ ഭാഗത്ത് തന്നെയാ. ആ ധ്രുവൻ മരിച്ചത് തലയിൽ ആണി തെറിച്ചിട്ടാണെന്നല്ലേ സേതു നമ്മളോട് പറഞ്ഞത്? അതുപോലെ തന്നെ ഞാൻ ആ SI ഗോകുൽദാസിനോടും SP ജെയിംസിനോടും പറയുകയും ചെയ്തു. അതനുസരിച്ചിട്ടാ SP സേതുവിനെ കസ്റ്റഡിയിലെടുത്തത്. എന്നിട്ട് ഇപ്പൊ എന്ത് പറ്റി? ധ്രുവനെ പോസ്റ്റ്മോർട്ടം ചെയ്ത് ഡോക്ടർ പറഞ്ഞ എന്താണെന്ന് അറിയോ? ധ്രുവൻ വിഷം ഉള്ളിൽ ചെന്നിട്ടാണ് മരിച്ചതെന്ന്. ഇനി എന്തടിസ്ഥാനത്തിൽ പോലീസ് ഭാവനയും ഭാനുവിനെയും കസ്റ്റഡിയിലെടുക്കും? സേതുവിനെതിരെ പോലും വ്യക്തമായ തെളിവില്ലാതെ ഒന്നും ചെയ്യാനാവില്ല. ഈശ്വര, ഈ വാർത്ത കേൾക്കാൻ വേണ്ടിയാണോ ഞാൻ ഇത്രയും നേരം കാത്തിരുന്നത്? ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ലേ പപ്പേട്ട? നമ്മൾ ആഗ്രഹിച്ച പോലെ ഒന്നും നടക്കില്ലേ? നടക്കും ജാനകി. എന്ത് നാറിയ കളി കളിച്ചും ഭാവനയ്ക്കും ഭാനുവിനും ഞാൻ ശിക്ഷ വാങ്ങിക്കൊടുക്കും. കണ്ടല്ലോ പ്രാർത്ഥന, മറ്റുള്ളവരുടെ നാശത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്നവരാ ഇവരൊക്കെ. ഇവരുടെയൊക്കെ നിഴല് നമ്മുടെ ദേഹത്ത് വീണാ മതി നശിക്കാൻ. ഒരു കുടുംബത്തിന്റെ പതനം മാത്രം ലക്ഷ്യം വെച്ചാ ഇവരൊക്കെ ജീവിക്കുന്നത്. ഒരു കാര്യം ഉറപ്പാ ജാനകി, ധ്രുവൻ ആരോ വിഷം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരാളെ പോലീസ് കണ്ടെത്തിയാ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യും പപ്പേട്ട?
അല്ല ഇനി ആ ഡോക്ടർക്ക് പറഞ്ഞത് തെറ്റിയതായിരിക്കോ? വെറുതെ മണ്ടത്തരം പറയാതെ ജാനകി. ഒരിക്കലും ധ്രുവന് മറ്റൊരു കൊലയാളി ഉണ്ടാവാൻ പാടില്ല. എന്നാലേ ഭാവനയും ഭാനുവും തന്നെയാണ് ധ്രുവനെ കൊന്നതെന്ന് തെളിയിക്കാൻ പറ്റും. അതല്ല മറ്റൊരു മാർഗവും ഇല്ലെങ്കിൽ സേതുവിനെ തന്നെ പ്രതിയാക്കി കേസ് ക്ലോസ് ചെയ്യിക്കണം. ആ കുടുംബത്തിലെ ആരെങ്കിലും ഒരാൾ ശിക്ഷിക്കപ്പെട്ടാലും മതി ആ കുടുംബം നശിക്കാൻ. SP വിചാരിച്ചാലൊന്നും ചെയ്യാൻ പറ്റില്ലേ പപ്പേട്ട? അയാൾക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ അയാൾ ചെയ്തു. എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു, എല്ലാം നശിച്ചില്ലേ? ഇല്ല പപ്പേട്ട, പപ്പേട്ട നോക്കിക്കോ. ഒന്നെങ്കിൽ സേതു അല്ലെങ്കിൽ ഭാവന ഉറപ്പായിട്ടും ധ്രുവന്റെ കേസിൽ അകത്ത് പോയിരിക്കും. ഇവിടെ നടക്കുന്നതൊക്കെ ഭാവനയോട് സൂര്യയോട് എനിക്ക് പറയാൻ അറിയാഞ്ഞിട്ടല്ല പ്രാർത്ഥന. എന്തിനാ വീണ്ടും പ്രശ്നങ്ങൾ വലുതാക്കുന്നെന്ന് കരുതിയിട്ട. ഇവർക്കൊക്കെ നല്ലത് തോന്നിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാനല്ലേ പറ്റൂ. അമ്മേ മഹാമായേ, ധ്രുവന്റെ കേസിൽ നിന്നും ഭാവനയ്ക്കും ഭാനുവിനും ഒരിക്കലും മോചനം കിട്ടരുതേ. അമ്മേ, ധ്രുവനെ കൊന്നതിനും കുഴിച്ചിട്ടതിനുമുള്ള ശിക്ഷ ഭാവനയ്ക്ക് തന്നെ കിട്ടണേ ദേവി. ഒരു പാവം ചെറുപ്പക്കാരനെ വേരോടെ ഇല്ലാതാക്കിയതിന് തക്കതായ ശിക്ഷ തന്നെ കൊടുക്കണേ അമ്മേ. എന്റെ മോളുടെ ജീവിതം നശിപ്പിച്ചിട്ട് ആ ഭാവനയ്ക്കൊപ്പം ചുറ്റി നടക്കുന്ന സൂര്യയ്ക്കും നീ തക്കതായ ശിക്ഷ തന്നെ കൊടുക്കണേ ദേവി. ഞങ്ങളെ കണ്ണീര് കുടിപ്പിച്ചതിന്റെ ശിക്ഷയായിട്ട് നീ അവർക്കിട്ടൊരു പണി കൊടുക്കണേ ദേവി. അമ്മേ, കഷ്ടം. ഇവരുടെയൊക്കെ വിചാരം മറ്റുള്ളവരെ ദ്രോഹിക്കില്ല ദൈവങ്ങളുടെ ജോലിയെന്ന. ഇനി എന്നാണോ എന്തോ ഇവർക്കൊക്കെ നല്ല ബുദ്ധി തോന്നിക്കുന്നത്. അമ്മേ ഭഗവതി, ദേവി മഹാമായേ. ഓ, എന്തൊരു പ്രാർത്ഥന, മുടിഞ്ഞു പോതുള്ളൂ. എന്നോട് ക്ഷമിക്കണം. പോലീസ് സേതുവിനെ പിടിച്ചോണ്ട് പോയി എന്നറിഞ്ഞപ്പോൾ ദേഷ്യത്തിലാ ഞാൻ ജന്മദിനം ഒന്നും ആഘോഷിക്കണ്ട എന്ന് പറഞ്ഞത്. ഒന്നു മാറി ഓരോ ദുരിതങ്ങൾ നമ്മുടെ മക്കൾക്കുണ്ടായപ്പോ ഞാൻ അങ്ങനെ പറഞ്ഞു പോയതാ. ഇപ്പോ സൂര്യമോൻ വന്ന് പറഞ്ഞ വാർത്ത സത്യമായിരിക്കണേന്ന എന്റെ പ്രാർത്ഥന. ധ്രുവന്റെ മരണം ഒരിക്കലും നമ്മുടെ മക്കള് കാരണം ആവരുത്. ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി അമ്മേ. ഇനി ഒരു നിമിഷം നമ്മൾ ഇവിടെ നിൽക്കുന്നില്ല. അബി, ഞാനൊന്ന് പറഞ്ഞോട്ടെ. വേണ്ട, ഇനി ഒരാളുടെ മുഖം എനിക്ക് കാണുകയും വേണ്ട. ബാമേ, ഞാൻ പോവാ. നിനക്ക് വരുന്നെങ്കിൽ ഇപ്പൊ കൂടെ വരാം. മോനെ, നീ ഒന്ന് ക്ഷമിക്കടാ. അമ്മ പറയുന്നു ഒന്ന് കേക്ക്. ഇല്ലമ്മേ, ഇനി ഞാൻ ഈ വീടിന്റെ പടി ഞാൻ കടക്കത്തില്ല. മതിയായി. അമ്മ വാ, ഞാൻ പോവാ. അബി, അബി, ഒന്നുകൂടെ ആലോചിക്കും. സോറി, എനിക്കിനി ഒന്നും ആലോചിക്കാനില്ല. മോളെ, നീ വരുന്നുണ്ടെങ്കി വാ. നിനക്ക് വേണ്ടി ഞാൻ അവനോട് നിൽക്കാൻ പറയാം.
സാറേ. വാ മോളെ. എന്തായാലും ഏറ്റെടുത്ത ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു. ഇതിലും വലിയൊരു സന്തോഷം എനിക്കിനി കിട്ടാനില്ല. പപ്പേട്ടാ, ഞാനിനി ഇവിടെ നിൽക്കുന്നില്ല. വാ, നമുക്ക് പോവാം. പോട്ടെ ഗായത്രി, തൃപ്തിയായി. പെണ്ണേ പെണ്ണേ കണ്ണിൻ മണിയേ മുന്നേറു നീ, നിൻ മുന്നിൽ കാണും മതിലുകളെല്ലാം വെണ്ണീടുക. ഇനിയാന വീഥി നീളേ പുതുദീപനാളമേറ്റ് താനെ തുഴയു നിന്റെ ചെറുതോണിക്കരയിലെത്താൻ. പുതുവാനിൽ വിളയാട് നീ തങ്കതാരകെ. പെണ്ണേ പെണ്ണേ കണ്ണിൻ മണിയേ മുന്നേറു നീ, നിൻ മുന്നിൽ കാണും മതിലുകളെല്ലാം വെണ്ണീടുക. ഭാവന, നിന്റെ വിഷമം ഞാൻ മനസ്സിലാക്കുന്നു. സമാധാനപ്പെട്, എല്ലാത്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. വയ്യ സൂര്യ, ഇനി സഹിക്കാൻ എനിക്ക് വയ്യ. ഭാമ, ഭാനു, സേതുവേട്ടൻ ഇവരെല്ലാരും എന്ത് തെറ്റ് ചെയ്തിട്ടാ ഇങ്ങനെ ശിക്ഷിക്കപ്പെടുന്നേ? സത്യം പറഞ്ഞ നീ കൂടി എന്നോടൊപ്പം ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അകത്തകർന്നു പോവായിരുന്നു. എന്ത് പറഞ്ഞാ നിന്നെ സമാധാനപ്പെടുത്തേണ്ടെന്ന് എനിക്കറിയില്ല. എന്നാലും പറയുക, നീ ഇങ്ങനെ വിഷമിക്കരുത് പ്ലീസ്. സൂര്യ, അഭി പറഞ്ഞിട്ട് പോയത് നീ കേട്ടതല്ലേ? അത് അപ്പോഴത്തെ ഒരു ദേഷ്യത്തിന് അഭി പറഞ്ഞല്ലേ, താനത് കാര്യാക്കണ്ട. സേതുവേട്ടനുണ്ടായിരുന്നെങ്കിൽ ചോദിക്കേണ്ട കാര്യമേ രമേശ് ചോദിച്ചുള്ളൂ. അതിലൊരു തെറ്റുമില്ല. അത്രയ്ക്ക് നല്ല അഭിനയമല്ലേ അഭിയുടെ അമ്മ കാഴ്ചവെച്ചത്. ഭാമയുടെ കല്യാണം നടന്നത് മുതലുള്ള ദേഷ്യം അംബാലികയുടെ മുഖത്തുണ്ട്. പക്ഷെ അതൊന്നും അഭിക്ക് മനസ്സിലാവുന്നില്ല. മക്കള് നന്നായിരിക്കണമെന്ന് ആഗ്രഹിക്കാത്ത ഏതമ്മമാരെ സൂര്യ ഇന്നുള്ളത്? ഒരല്പമെങ്കിലും സ്വബോധം അവർക്കുണ്ടായിരുന്നെങ്കിൽ ഗർഭിണിയായ ഭാമയോട് ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നോ? ഒന്നുമില്ലെങ്കിലും പിറക്കാൻ പോകുന്ന പേരക്കുട്ടിയെ കുറിച്ചെങ്കിലും അവർക്ക് ചിന്തിച്ചൂടെ? ഒരു ദിവസമെങ്കിലും സന്തോഷത്തോടെ ജീവിക്കാൻ എനിക്ക് ആഗ്രഹമില്ലേ സൂര്യ? ലോകത്ത് ആർക്കും ഇല്ലാത്തൊരു വല്യച്ഛനും വല്യമ്മയോ എനിക്കുള്ളത്. എന്റെ നാശം മാത്രം കാണാൻ ആഗ്രഹിക്കുന്ന വല്യച്ഛനും വല്യമ്മയും. മാറ്റി നിർത്തേണ്ടവരെ മാറ്റി നിർത്തണം ഭാവന. അല്ലെങ്കിലും ഇതൊന്നും പറഞ്ഞാൽ തനിക്ക് ഇഷ്ടപ്പെടില്ലല്ലോ. എനിക്കൊരു ഇഷ്ടക്കേടും ഇല്ല സൂര്യ. അമ്മയുടെ മുമ്പിൽ ഇപ്പോഴും
വല്യച്ഛനും വല്യമ്മയ്ക്കും ഒരു സ്ഥാനമുണ്ട്. അതാ അവര് മുതലാക്കുന്നത്. ഇതിന് ഞാനെന്താ മറുപടി പറയണ്ട? ആന്റിയോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. കുടുംബം കലക്കാൻ വരുന്നവരെ അകറ്റി തന്നെ നിർത്തണം. അതിപ്പോ ആരായാലും ശരി. സൂര്യ, ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്റെ മനസ്സിന് ഒരു സമാധാനവും ഇല്ല സൂര്യ. സത്യം പറഞ്ഞ എന്റെ കണ്ണിലാകെ ഇരുട്ട് കയറുക. എന്നാ എന്റെ ഈ ദുരിതങ്ങൾ തീരുന്നത്? ഭാവന, എന്താ ഇത്? താനൊന്ന് സമാധാനപ്പെടുക. ഞാനില്ലേ തനിക്ക്? സേതുവേട്ടനെ നമ്മൾ പുറത്തു കൊണ്ടുവരും. ധ്രുവന്റെ യഥാർത്ഥ കൊലയാളിയെ നിയമത്തിന് മുന്നിൽ നമ്മൾ കൊണ്ടുവരും. താൻ ധൈര്യമായിട്ടിരിക്കുക. അതുപോലെ ഭാമയുടെ ചടങ്ങ് നല്ല രീതിയിൽ തന്നെ നടക്കും. നമ്മളെല്ലാരും പങ്കെടുക്കുകയും ചെയ്യും. ഇതാണോ ജയനിർമ്മല പറഞ്ഞ ഭാവന? അതെ, അവള് തന്നെയാ ഭാവന. എന്റെ മകനെ വിടാതെ പിടികൂടിയിരിക്കുന്ന രാക്ഷസി അവള്. അവളിൽ നിന്നും എന്റെ മകനെ രക്ഷിക്കാനാവാതെ വിഷമിക്കുക ഞാൻ. അഭി നീ എപ്പോ വന്നു? ഗർഭിണിയായ ഭാമെ എന്തിനാണ് അമ്മ മണിക്കൂറുകളുള്ള റൂമിലിട്ട് പൂട്ടിയിട്ടത്? അതും കറണ്ട് പോലും ഇല്ലാത്ത സമയത്ത്. അപ്പോ എന്റെ മുമ്പിൽ വെച്ച് ഭാമയോട് അമ്മ കാണിക്കുന്നതൊക്കെ വെറും അഭിനയമായിരുന്നോ? അമ്മയിൽ നിന്ന് ഞാൻ ഒരിക്കലും ഇത് പ്രതീക്ഷയല്ല. എന്തിനാണ് അമ്മ ഭാമയോട് ഇങ്ങനെ വേർതിരിവ് കാണിക്കേണ്ട കാര്യം? അതെനിക്കറിയണം. അഭി, നീ വെറുതെ അമ്മയെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാൻ ഇല്ലമ്മേ, എനിക്കൊരു തെറ്റിദ്ധാരണയില്ല. ഭാമ എന്റെ ഭാര്യയാണ്. 4 ആൾ അറിയാൻ ഞാൻ താലി കെട്ടിയ എന്റെ പെണ്ണ്. അവളോട് ഇങ്ങനെ പെരുമാറുന്ന എന്തിനായാലും ഞാൻ സഹിക്കത്തില്ല. അമ്മ അവളെ ഒരു അടിമയെ പോലെ കാണുന്നത്. അതുകൊണ്ടല്ലേ അവളോട് ഇത്ര ക്രൂരമായിട്ട് പെരുമാറുന്നത്. ഇതിനേക്കാളും ഭേദം അന്ന് ഞാനും ഭാമ ആത്മഹത്യ ചെയ്യുന്നായിരുന്നു നല്ലത്. അമ്മ തന്നെയാണ് അന്ന് ഞങ്ങളെ തടഞ്ഞതും. എന്താടാ ഇത്? നിന്നോട് ഞാൻ അങ്ങനെ ചെയ്യൂ? നീ എന്റെ ജീവനാ മോനെ. എന്നാലേ ഭാമ എന്റെയും ജീവനാണ്. അതെന്താ അമ്മയ്ക്ക് ഇനിയും മനസ്സിലായിട്ടില്ലേ? എന്റെ കുഞ്ഞിനെയും ചുമന്ന് എന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രം ആഗ്രഹിക്കുന്ന ഒരു പാവം പെണ്ണാണമ്മേ അവള്. അവളോട് എന്തിനാണമ്മ ഇത്ര ക്രൂരത കാട്ടുന്നത്? അവക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ അമ്മ എന്ത് ചെയ്യുമായിരുന്നു? പറയമ്മേ, എന്ത് ചെയ്യുമായിരുന്നു? എടാ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക് നീ. അമ്മ ഇനി കൂടുതലൊന്നും പറയണ്ട. അരുന്ധതി എല്ലാം എന്നോട് പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി അമ്മ കള്ളത്തരം പറയാൻ നോക്കണ്ട. ഭാമ എന്നെ മാത്രം വിശ്വസിച്ചാ ഈ വീട്ടിലേക്ക് വന്നത്. പകരം എനിക്ക് നല്ലൊരു ജീവിതം കൊടുക്കാനായിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ഈ വീട്ടിൽ നിൽക്കുന്നേ? ഞാനില്ലാത്തപ്പോ ഭാമയെ അമ്മ നല്ല പോലെ നോക്കുമെന്നുള്ളൊരു ഒറ്റ വിശ്വാസമായിരുന്നു എനിക്ക്. പക്ഷേ ആ വിശ്വാസം അമ്മ ഇപ്പൊ ഇല്ലാണ്ടാക്കിയത്. മതിയമ്മേ, ഇനി ഞാൻ ഈ വീട്ടിൽ നിൽക്കുന്നതിന് അർത്ഥമില്ല. ഭാമയും കൂട്ടി ഞങ്ങൾ ദൂരെ എവിടെങ്കിലും പോയി ജീവിച്ചോളാം. അഭി, അങ്ങനൊന്നും പറയല്ലേടാ. ഇല്ല, എന്റെ ഭാമയ്ക്ക് സുരക്ഷിതമില്ലാത്ത ഈ വീട്ടിൽ ഇനി ഞാനും അവളും ഉണ്ടാവാൻ പാടില്ല. ഇതെന്റെ ഉറച്ച തീരുമാനം തന്നെ. ഇന്നബേ, നിങ്ങളുടെ സംസാരം ഗേറ്റിന്റെ അടുത്ത് വരുമ്പോഴേ കേൾക്കാമായിരുന്നല്ലോ. അബി ഇപ്പൊ വന്നു. എന്താ അബി, ഞാൻ ചോദിച്ചതിന് ഇഷ്ടപ്പെട്ടില്ലേ? വേണ്ട, എല്ലാരെയും എനിക്ക് നല്ലതുപോലെ അറിയാം.
നീ എന്താ അങ്ങനെ പറഞ്ഞത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഓ, ഞാനങ്ങ് വിശ്വസിച്ചു. ഈ വീട്ടിൽ ബാമയ്ക്കെതിരെ നടക്കുന്ന നീക്കങ്ങളൊന്നും അങ്കിളിന് അറിയില്ലല്ലേ? എനിക്കറിയാം അതിനുവേണ്ടി ഉപദേശങ്ങളെല്ലാം കൊടുക്കുന്നത് ആരാണെന്ന്. ഇത്രയൊക്കെ അനുഭവിച്ചിട്ടും ഇന്നേ വരെ നിങ്ങളെ ആരെക്കുറിച്ച് ഒരു പരാതിയും ബാമ എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഞാൻ നിങ്ങളെ ഒന്നും വെറുക്കാതിരിക്കാൻ. നിങ്ങളെല്ലാരും കൂടെ ബാമയെ എന്നേക്കുമായി ഒഴിവാക്കാൻ നോക്കിയിട്ട് ശ്രീപ്രിയ എന്നെ കൊണ്ട് കെട്ടിക്കണമല്ലേ? എന്നാ കേട്ടോ, അത് ഈ ജന്മത്ത് നടക്കാൻ പോകുന്നില്ല. ഇവളൊക്കെ ഇനി 100 ജന്മം എടുത്താലും ബാമയുടെ 7 അയലത്ത് പോലും വരില്ല. അബി, ഞങ്ങളാരും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് നീ പറയുന്നത്. വേണ്ട, കൂടുതൽ ന്യായീകരണങ്ങളൊന്നും ആരും പറയണ്ട. ഞാൻ ഈ വീട്ടിൽ നിൽക്കാനും പോകുന്നില്ല. അബി, നീ വെറുതെ നിന്റെ അമ്മയെ കരയിപ്പിക്കരുത്. നിന്റെ അമ്മ ഒരിക്കലും ചിന്തിക്കാത്ത കാര്യങ്ങളാണ് നീ പറയുന്നേ. എടാ, കുടുംബമാവുമ്പോ ചെറിയ പൊട്ടലും ചീറ്റലൊക്കെ ഉണ്ടാവും. അതൊക്കെ സഹിക്കാനും ക്ഷമിക്കാനും നമ്മൾ തയ്യാറാവണം. എങ്കിലേ ജീവിതം മുന്നോട്ട് പോകും. എനിക്കിനി ഇവിടെ ആരുടെ ഉപദേശവും വേണ്ട. പിന്നെ അമ്മയോട് എനിക്ക് ഇപ്പോൾ ഉള്ള സ്നേഹവും ബഹുമാനവും നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ഞാൻ മാറി താമസിക്കുന്നത് തന്നെ നല്ലത്. അഭിയേട്ടാ, ആന്റിയോട് അങ്ങനെയൊന്നും പറയല അഭിയേട്ടാ. ഒരിക്കലും ആന്റി മനഃപൂർവ്വം ഒന്നും ചെയ്തിട്ടില്ല. ആന്റിക്ക് ഭാമയോട് ദേഷ്യ വെറുപ്പോ ഒന്നും തന്നെ ഇല്ല. ഇത് ആന്റി അഭിയേട്ടനും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി ആ ഭാമ അരുന്ധതിയെ കൊണ്ട് പറയിപ്പിച്ചത്. അത്രയ്ക്ക് ഫ്രോഡാ ഭാമ. നീ ആരടി എന്റെ ഭാര്യയ്ക്ക് വിലയിടാൻ? ഫ്രോഡ് ഭാമയാണോ അതോ നീയാണോ? അലണ്ട. ആദ്യം സ്വന്തം മോളെ മര്യാദയ്ക്ക് സംസാരിക്കാൻ പഠിപ്പിക്കണം. നോക്ക്, ഇനി ഒരിക്കൽ കൂടി ആ ദുഷിച്ച നാവ് കൊണ്ട് ബാമയെ പറഞ്ഞോണ്ടല്ലോ, പിന്നെ ഇതായിരിക്കില്ല സംഭവിക്കുന്നത്. എടി നാണമില്ലാത്തവളെ, നീ എന്തിനാടി ഈ വീട്ടിൽ വന്ന് താമസിക്കുന്നേ? നിനക്കെന്താ വേറെ വീടൊന്നുമില്ല? സൂക്ഷിച്ച് സംസാരിക്കണം. എന്റെ മുമ്പിൽ വെച്ച് എന്റെ മോളെ തല്ലിയില്ലേ? എടാ, എല്ലാം മറന്ന് നിന്റെ അമ്മയോട് അല്പം സ്നേഹം കാണിച്ചതാ ഞാൻ ചെയ്ത തെറ്റ്. അതെ, വിവാഹപ്രായമായ ഒരു പെണ്ണിനെ എന്റെ ജീവിതം തൊലയ്ക്കാൻ വേണ്ടി എന്തിനാ ഇവിടെ കൊണ്ട് നിർത്തിയേക്കുന്നേ? എന്താ, ഇവക്ക് വേറെ പയ്യനെ കിട്ടാഞ്ഞിട്ടാണോ? അതോ എന്നെ കൊണ്ട് ഇവളെ കെട്ടിക്കണമെന്ന് വല്ല ശപഥവും ചെയ്തിട്ടുണ്ടോ? ഞാനത്ര മണ്ടനൊന്നുമല്ല. അനിയത്തി ഏട്ടനും അത് മനസ്സിലാക്കിയാ കൊള്ളാം. അബേ, നിന്റെ മകൻ പറഞ്ഞത് കേട്ടില്ലേ? മതി, ഇനി ഒരു നിമിഷം എന്റെ മോളോട് നിൽക്കണ്ട. ഓളെ വേഗം വരാൻ നോക്കൂ. ഏട്ടാ, ഒന്ന് സമാധാനപ്പെടേട്ടാ. ദേ, ഞാൻ തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാം. മാർമോളെ. അബി, നീ ഇവിടുന്ന് പോയാ പിന്നെ ഞാനും ഈ വീട്ടിലുണ്ടാവില്ല. എന്താടാ, എനിക്ക് നീയും എന്റെ ഏട്ടനും ഒരുപോലെയാ. രണ്ടുപേരും എന്നോടൊപ്പം എന്നും ഉണ്ടാവണം. അതിനുവേണ്ടി ദേ, ഞാൻ തന്നെ ഒരു തീരുമാനം എടുക്കുക. ഞാൻ നിന്നോടൊപ്പം വരാം. എന്നിട്ട് ഭാമയോട് ഞാൻ ചെയ്ത തെറ്റിന് മാപ്പ് പറഞ്ഞ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം. എനിക്ക് വലുത് നീയാടാ. നീ ഇല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാടാ ജീവിക്കുന്നത്? എനിക്കൊന്നും കേക്കണ്ട. ഭാമ ഇല്ലാത്തൊരു ജീവിതം എനിക്കില്ല. ശരി, നിന്റെ അച്ഛനൊന്ന് വന്നോട്ടെ. വരട്ടെ. വന്നാലുടനെ ഞാൻ പോയി ഭാമയുടെ കാല് പിടിച്ചിട്ടായാലും അവളെ തിരിച്ചു കൊണ്ടുവരാം. ദേ, ഞാൻ അവളോട് മാപ്പ് പറയണമെങ്കിൽ അതും പറയാം. ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കടാ അബി. എടാ, ഒന്നുമില്ലെങ്കിലും നിന്നെ 10 മാസം ചുമന്ന് നൊന്ത് പ്രസവിച്ച അമ്മയല്ലേടാ പറയുന്നേ? ശരി, ആദ്യം അച്ഛൻ വരട്ടെ. അമ്മ ചെയ്ത തെറ്റ് അമ്മ തന്നെ തരുത്. എന്നിട്ടേ ഞാൻ ഈ വീട്ടിൽ നിന്ന് പച്ച വെള്ളം കുടിക്കും. ഏട്ടാ, ഏട്ടൻ ധൈര്യമായിട്ടിരിക്കേ. ഇതെങ്ങനെയാ കൈകാര്യം ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം.
മോളെ നീ പറയുന്നേ? സേതുവിനെ റിമാൻഡ് ചെയ്തു. അവനിത് എന്ത് ഭാവിച്ച? സേതുവേട്ടൻ വീണ്ടും മൊഴിമാറ്റി പറയൂന്ന് ഒരിക്കലും ഞങ്ങൾ വിചാരിച്ചില്ല അമ്മ. ഈശ്വര, ഞാൻ ഇനി എന്താ വേണ്ടേ? നന്ദമോളോട് ഞാൻ എന്താ പറയണ്ടേ? എന്റെ ബലമായ സംശയം ആ SP സേതുവേട്ടനെ കൊണ്ട് മൊഴി മാറ്റി പറയിച്ചു. അവർക്ക് ഈ കേസ് എത്രയും വേഗം ഒതുക്കി തീർക്കണം. ഇനിയിപ്പോ ധ്രുവന്റെ യഥാർത്ഥ കൊലയാളിയെ കണ്ടെത്തിയിട്ടില്ല. എങ്കിലേ സേതുവേട്ടൻ നിരപരാധിയാണെന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റും. ഇതിപ്പോ സഹോദരിമാരെ രക്ഷപ്പെടുത്താൻ വേണ്ടി സേതുവണ്ണൻ സ്വയം സമ്മതിച്ചതാവും. പെങ്ങന്മാർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ സേതുവണ്ണ അത് സഹിക്കൂല. എനിക്ക് തോന്നുന്നത് ഈ SP-യേക്കാൾ ഭേദം ആ ഇൻസ്പെക്ടർ ഗോകുൽദാസ് തന്നെയായിരുന്നു. എല്ലാരും ഇങ്ങനെയൊക്കെ തന്നെ ഭരതൻ. മറ്റുള്ളവരുടെ വേദനയും ദുഃഖങ്ങളും ഒന്നും അവർക്കൊരു പ്രശ്നമല്ല. കോടതി അവധി കഴിയുന്നതുവരെ എല്ലാരും ഒന്ന് ക്ഷമിച്ചേ പറ്റും. ഞാനല്ലേ പറയുന്നത്. സേതുവേട്ടന് ഒരു പ്രശ്നമില്ലാതെ ഞാൻ പുറത്തു കൊണ്ടുവരും. ധ്രുവന് മണ്ഡപത്തിനുള്ളിലോ പുറത്തോ വെച്ച വിഷം നൽകിയിരിക്കുന്നത് അതാരാണെന്നും എങ്ങനെയാണെന്നും കണ്ടെത്തണം. കോടതി അവധി കഴിയുന്നതിന് മുമ്പ് തന്നെ ആ കൊലയാളിയെ ദൈവം നമ്മുടെ മുന്നിലെത്തിക്കും. മായിച്ച് ധൈര്യമായിട്ടിരിക്കും. ഈ ചുരുങ്ങിയ സമയം കൊണ്ട് കൊലയാളി ആരാന്ന് എങ്ങനെ കണ്ടുപിടിക്കും മോനെ? ആരാന്ന് പറഞ്ഞ് കണ്ടുപിടിക്കും. അതിനുള്ള അവസരം ദൈവം കാണിച്ചിരുന്നു തന്നെ എന്റെ വിശ്വാസം. ആന്റി, ഉറപ്പായിട്ടും നമ്മൾ കണ്ടുപിടിക്കും. ഒരു സമാധാനവും ഇല്ല മോനെ. ഈശ്വരൻ ഞങ്ങളെ മാത്രം എന്തിനാ ഇങ്ങനെ വേട്ടയാടുന്നെന്നാ മനസ്സിലാവാത്തത്. അമ്മ, അങ്ങനെയൊന്നും പറയല്ലേ. ഇപ്പോഴും ഈശ്വരൻ തന്നെയാ ധ്രുവന്റെ കൊലയ്ക്ക് പിന്നിൽ മറ്റൊരാളാണെന്ന് കാണിച്ചു തന്നത്.